ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അവളില്ലാതെ അല്ലെങ്കിൽ അവനില്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റൂല എന്ന് പറയും അല്ലേ. പക്ഷെ അവരുടെ വിവാഹത്തിന് ശേഷം കുറച്ച് നാളുകൾ, ചിലപ്പോൾ ദിവസങ്ങൾ മതി, അവർ പറയണത് കേൾക്കാം, അവൻ കാരണം അല്ലെങ്കിൽ അവൾ കാരണം എനിക്കിന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലേ. നേരെ ഓപ്പോസിറ്റ് ആയി പോകുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് യാതൊരു പിടുത്തമില്ല അല്ലേ. അപ്പോൾ ചിലവരങ്ങനെയല്ല, ആ ഒരു പറഞ്ഞതുപോലെ തന്നെ ജീവിത അവസാനം വരെ പോകുന്നവരുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല, എങ്കിലും ഭൂരിഭാഗം ആളുകളും ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വ്ളോഗിലേക്ക് സ്വാഗതം. അതിന് മുൻപായിട്ട് ഞാൻ പുതിയൊരു പാത്രം ഞാൻ പരിചയപ്പെടുത്തിയിട്ട് പോകാം. അപ്പോൾ ഇൻഡസ് വാലിയുടെ ട്രൈ സ്റ്റീൽ മൾട്ടിപർപ്പസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീമറാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ടയറിൻ്റെ ഒരു 22 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഒരു സ്റ്റീമറാണ്. അപ്പോൾ ഇതിങ്ങനെ 2 ടയറാണ്, 3 ടയറിന്റെ വരുന്നുണ്ട് കേട്ടോ. ഒരു പാത്രം കൂടി മുകളിലുണ്ടാവും. അപ്പോൾ കൂടുതൽ പാചകമൊക്കെ ഒന്നിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ 3 ടയറിന്റെ ഈ ഒരു സ്റ്റീമർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഈ ഒരു പാത്രം, ഇത് ബോട്ടം നല്ല കട്ടിയുള്ള ഈ സാൻഡ്വിച്ച് ബോട്ടം ഉള്ള ഈ ഒരു പാത്രം ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കറികള എന്ത് വേണമെന്നുണ്ടെങ്കിലും വെക്കാൻ സാധിക്കും. കാരണം ഇത് പുകഞ്ഞൊന്നും പോകില്ല, അത്രയും കട്ടിയുള്ള സാൻഡ്വിച്ച് ബോട്ടമാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഉപകാരം. കാരണം നമുക്ക് സാധാരണ സ്റ്റീമറിന്റെ അടിയിലെ പാത്രം വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വളരെ തിന്നായിരിക്കുള്ളൂ. നമുക്ക് കുക്കിംഗ് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റീം കയറ്റാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം താഴെ ഇത്തിരി വെള്ളം കുറഞ്ഞു പോയാൽ തന്നെ അത് കത്തി കരിഞ്ഞു പോകും നമ്മളുടെ സാധാരണ പാത്രങ്ങൾ. പക്ഷെ ഇത് അങ്ങനെയല്ല, അത് സാൻഡ്വിച്ച് ബോട്ടമാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഈ ഒരു ലിഡ് നമുക്ക് ഇതിനകത്ത് കറക്റ്റ് സ്യൂട്ടാണ്. നമുക്ക് മൂടി വെച്ചിട്ട് പാചകം ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതും നമുക്കിതൊരു പാത്രമായിട്ട് തന്നെ, കറി വെക്കാനുള്ള പാത്രമായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇനി ഇതിനകത്ത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ഹോൾസ് ഉള്ള പാത്രം. ഇതിലധികം കട്ടി വരുന്നില്ല, കാരണം ഇത് തീയിലേക്ക് നേരിട്ട് നമ്മൾ വെക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള സാധനങ്ങൾ വെക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ഹാൻഡിലുകൾ എന്ന് പറയുന്നത് വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഹാൻഡിലുകളായിരിക്കുള്ളൂ ഇവരുടെ എല്ലാ പാത്രത്തിനും കൊടുത്തേക്കുന്നത്. കാരണം എപ്പോഴും നമ്മുടെ കിച്ചണിൽ കൈവിട്ട പാത്രങ്ങളായിരിക്കും കൂടുതലും നമ്മൾ യൂസ് ചെയ്യണേ അല്ലേ. അപ്പോൾ അതുണ്ടാവാതിരിക്കാനായിട്ട് എപ്പോഴും കിച്ചണിലെ പാത്രങ്ങൾ വൃത്തിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൈ ഒന്നും വിട്ടുപോയത്, ഹാൻഡിലെല്ലാം നല്ല പ്രോപ്പറായിട്ട് ഇരുന്നാലേ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്ക് അപകടമില്ലാതെ കൈ പൊള്ളാതെയൊക്കെ യൂസ് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഹാൻഡിലുകളാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരുപാട് അങ്ങോട്ട് വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. സാധാരണ നമ്മൾ സ്റ്റീമറിൽ വെക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ അമർത്തി ടൈറ്റ് ചെയ്തൊക്കെയല്ലേ വെക്കണം. ഇതങ്ങനെയല്ല, ഇത് ചുമ്മാ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. ഇവരുടെ സ്റ്റീമറിന്റെ എല്ലാ പാത്രങ്ങളും അങ്ങനെ തന്നെയാണ്, വെറുതെ വെച്ചാൽ മതി. അല്ല, ചുമ്മാ ഇതിങ്ങനെ വെച്ചാൽ മാത്രം മതി. അല്ലാതെ നമ്മളുടെ മറ്റേ സ്റ്റീമർ പോലെ ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ വന്നിട്ട് അതിന്റെ ലിഡ് വീഴുള്ളൂ, അങ്ങനെയൊക്കെ ഇല്ലേ. ഇത് അങ്ങനെയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. നമ്മൾ വിചാരിക്കും സ്റ്റീം പുറത്ത് പോകുമല്ലാന്ന്, പക്ഷെ അങ്ങനെ സ്റ്റീം ഒന്നും പുറത്ത് പോകില്ല. ഇപ്പം എൻ്റെ കയ്യിൽ 2-3 സ്റ്റീമർ ഉണ്ടല്ലോ, ഇവരുടെ ഇഡ്ഡലി ചെമ്പ് എന്ന് പറയില്ലേ നമ്മൾ, ആ സാധനമുണ്ട്. ഇവരുടെ തന്നെ 2 എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി. അല്ലാതെ ഇങ്ങനെ പ്രസ് ചെയ്ത് അത് ആ ഒരു ഇതിൽ വീഴാൻ വേണ്ടി ഒന്നും നോക്കി നിൽക്കണ്ട. ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ഫെസ്റ്റീവ് സീസണാണ്, ക്രിസ്മസ് സീസണൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഓഫറുകളുണ്ട്. പിന്നെ നമ്മളുടെ അപ്പോൾ ഗ്ലാഡിസണിലെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 12% അഡീഷണൽ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ കെമിക്കൽ കോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ 100% ഫുഡ് സേഫാണ്. ഇൻഡക്ഷനിലും നമ്മളുടെ ഗ്യാസ് സ്റ്റോപ്പിലും ഒക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ പോലും നമുക്ക് വളരെ സേഫായിട്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. നമ്മളുടെ ഫുഡാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിച്ച് നമ്മളതിൽ കെമിക്കലൊന്നും ചേരാതെ കഴിക്കേണ്ട ഏറ്റവും അത്യാവശ്യം ഫുഡ് തന്നെയല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി പാത്രങ്ങൾ നോക്കിയെടുക്കണമെന്ന് പറയുന്നത്. സാധാരണ ഏതൊരു കുക്കിംഗ് വെസലുകൾ എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം കെമിക്കൽ കോട്ടിങ് സർവ്വസാധാരണയാണ്. പക്ഷേ ഇവർ 100% ഉറപ്പ് തരുന്നുണ്ട്, കെമിക്കൽ കോട്ടിങ് ഇല്ലാതെയാണ്, ടോക്സിൻ ഫ്രീ ആയിട്ടാണ് അവരുടെ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സൈറ്റിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങൾ ആവശ്യമെങ്കിലും മേടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കയറി നോക്കിയെങ്കിലും ചെയ്യാമല്ല. ഇപ്പോൾ ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് തന്നെ
ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ നമുക്ക് ന്യൂ അറൈവൽ വന്നിട്ടുണ്ട്. ഇതും ന്യൂ അറൈവലിൽ വന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ, സ്റ്റീമർ. അപ്പം 3 ടയറിൻ്റെ ഉണ്ട് കേട്ടോ. ഒരു സ്റ്റെപ്പ് കൂടിയുള്ള 3 ടയർ സ്റ്റീമർ കൂടിയിട്ട് ഇതുപോലെ തന്നെ കിട്ടും. അപ്പോൾ ഇത് 22 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇതിൻ്റെ വലുതും ഇതിൻ്റെ ചെറുതും എല്ലാം 3 അളവിലുള്ള സ്റ്റീമർ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇന്നത്തെ നമ്മളുടെ റുട്ടീൻ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ പതിവ് പോലെ ഞാനത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഓൾട്ടറിൻ്റെ പൈസ എത്രയാണെന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വോയിസ് ഓവർ പലതും കൊടുത്ത് പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും കൊടുത്തപ്പോഴേക്കും അത് പറഞ്ഞതായിരുന്നു ആദ്യം. അത് ഡിലീറ്റ് ചെയ്തപ്പോൾ അത് ഡിലീറ്റ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ പോയെന്നുള്ള ഒരു ഓർമ്മ ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എല്ലാം കൂടി നമ്മൾ അതായത് രൂപ കൂടും, അത് കൊണ്ടുവന്നതും അതിൻ്റെ രൂപങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് 31,000 രൂപയിൽ മുകളിലായിട്ടുണ്ട്. റൗണ്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32,000 രൂപയെന്ന് പറയണം കേട്ടോ. 32,000 രൂപ താഴെ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റിച്ചാർഡൊക്കെ പോയിട്ട് റയൻ ഒന്ന് പുറത്ത് പോയതാണ് കേട്ടോ. റയൻ പുറത്ത് പോയിട്ട് പകുതി വഴിക്ക് വെച്ച് സൈക്കിൾ കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞിട്ടേ ഇത് റയൻ ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചെയിനിനൊക്കെ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് വഴിക്ക് വെച്ച് വല്ലാതെ ചെക്കൻ ബുദ്ധിമുട്ടിപ്പോയി. അവസാനം വേർത്ത് കുളിച്ച് വന്ന് നിൽക്കുന്ന സീനാണിത്. അപ്പോൾ അത് ശരിയാക്കി കൊടുത്തോണ്ടിരിക്കണേണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കാതെ വെച്ചിട്ട് തന്നെയാണ് അതങ്ങനെ ആയിപ്പോയതെന്നും പറഞ്ഞിട്ട് പപ്പ അങ്ങനെ ചെയ്യുന്നതാണ്. കാരണം പപ്പ മാത്രമുള്ളത് ഉപയോഗിക്കാൻ. പപ്പ കാണുന്നുണ്ടെങ്കിൽ അത് എടുക്കാനൊന്നും എന്തോ പപ്പയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പപ്പയും സൈക്കിൾ എടുത്തിട്ട് അങ്ങനെ ചവിട്ടാറില്ല. അങ്ങനെ ഏതായാലും അത് പപ്പ ശരിയാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇറച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് 2 കിലോ ബീഫാണ്. ഒരു തരി വേസ്റ്റ് ഇല്ലാത്ത രീതിക്കുള്ള പീസസാണ് കൊണ്ടുവന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനെ പീസസ് ഇരിക്കുന്നത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് BDF ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണിത്. നല്ല നീളം പീസായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ഒക്കെ ആക്കിയെടുക്കാൻ നല്ലതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ അത് ഉരുളക്കിഴങ്ങിട്ട് കറി വെക്കുകയാണ് ചെയ്തത്. ഇറക്കി കൊണ്ടുവന്ന സെട്ടൻ ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ്. ഗ്രിൽഡ് ലിവർ. കൊച്ചിനെ അവിടെ നിന്ന് തുടങ്ങണം. കൊച്ചിന് ലിവറാണ് ഏറ്റവും ഇഷ്ടം. കൊച്ചിനൊരു ലിവർ തരട്ടെ, ലിവർ ഫ്രൈ. മുത്തപ്പന് ലിവർ ഫ്രൈ. കൊച്ചിന് ഇന്നാണെങ്കിൽ ബീഫ് പാപ്പോണ് കൊടുക്കാൻ പോണത് ഉച്ചക്ക്. പോയി ഹാപ്പി മമ്മി ഇല്ലേലും കുഴപ്പമില്ല, തിന്നോളാം. അപ്പോൾ പപ്പനെ വിട്ടിട്ടില്ലേ ഞാൻ ഇത് കാശ്മീരി ചില്ലി പൗഡർ കൈരളിയുടെ തന്നെ ഇതേ സാമ്പാർ പൊടി 1/4 കിലോ അതൊക്കെ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈസ്റ്റ് തീർന്നിരിക്കണമായിരുന്നു. പിന്നെ എന്താണ് സോഡ, ബേക്കിംഗ് സോഡ ഇല്ലേ, അത് തീർന്നിരിക്കണേ. അത് നമ്മൾ കൂടുതൽ ക്ലീനിങ് പർപ്പസിനാണ് ഇട്ട് എടുക്കണം. അതുകൊണ്ട് 1/4 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വെളിച്ചെണ്ണ തീർന്ന് നമ്മളുടെ അപ്പോൾ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ, പിന്നെ ഇത്തിരി ബീൻസ്, സവാള അങ്ങനെയൊക്കെ, അച്ചിങ്ങ, ക്യാരറ്റ്, നമ്മുടെ മറ്റേ ബിരിയാണി റൈസ് തീർന്നിരിക്കുന്നുണ്ടായിരുന്നു. അത് ഏത്തപ്പഴം 2 കിലോ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം പച്ചപ്പാണ്. 2 ദിവസം കഴിഞ്ഞിട്ടേ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ മുട്ട അങ്ങനെ. അപ്പോൾ ഈ കാശ്മീരി പൗഡറായിരുന്നു എനിക്ക് ഏറ്റവും അത്യാവശ്യം ഉണ്ടാകുന്നത്. ഇത് തീർന്നിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ചൊരു ടേബിൾ സ്പൂൺ എന്തോ ബാക്കിയുള്ളു. അപ്പോൾ ഇവ കറി വെക്കുമ്പോഴത്തേക്ക് എന്തായാലും അത് പോരാ, കയ്യിലുള്ളത് പോരാ. അപ്പോൾ ഇത്തിരി ഇതിനകത്തുനിന്നും കൂടി എടുക്കണം. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രം എടുത്തിട്ട് വന്ന് അതൊക്കെ പൊട്ടിച്ചൊക്കെ എടുത്തിട്ടാ. എന്നിട്ട് വെറുതെ ഉരുളക്കിഴങ്ങിട്ട് ബീഫ് വെച്ച് ഒരുപാട് ജോലികളുള്ളതുകൊണ്ടേ നമുക്കിങ്ങനെ നിന്ന് വറുത്തെടുക്കാനുള്ളൊരു നേരമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ ഉരുളക്കിഴങ്ങിട്ട ബീഫാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഈ ഒരു ബീഫ് ഒരു ടേസ്റ്റ് ഇല്ലാഞ്ഞ ബീഫായിരുന്നു കേട്ടോ. ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയല്ല. അപ്പോൾ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും റയൻ പറഞ്ഞായിരുന്നു, മമ്മി ഇത് BDF ഉണ്ടാക്കാനും കൊള്ളൂല. കാരണം BDF ഉണ്ടാക്കുമ്പോൾ ഇത് വെന്തലിഞ്ഞു പോകും. കുറേ നേരം നമ്മളിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് വിട്ട് പോകും. നല്ല സോഫ്റ്റായിട്ട് അങ്ങോട്ട് വേകുന്നൊരു ഇറച്ചിയായിരുന്നു. പിന്നെ എന്നുണ്ടെങ്കിൽ ഇത് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിരിക്കുള്ളൂ നല്ലതെന്ന് റയനാണ് പറഞ്ഞത് കേട്ടോ. കട്ട്ലറ്റിന് അതെനിക്കും തോന്നി. കാരണം ഇതിന് വേസ്റ്റൊന്നുമില്ല. അപ്പോൾ കട്ട്ലറ്റിന് നല്ലതാണ്. അപ്പോൾ ഇനി സാവധാനം നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. തിരക്ക് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളുടെ പാചകം ഇത്തിരി കുറച്ച് കൊണ്ടുവന്നത്. ഒരുപാട് വർക്കുണ്ട് നമുക്ക് വീട്ടിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
ഇത് പുലാവെന്നും പറയാൻ പറ്റില്ല, ഫ്രൈഡ് റൈസ് ഒന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ കൂടി നടുക്കുള്ള ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇത്തിരി സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചിട്ട്, അതായത് ബ്രാൻ ഓയിൽ കേട്ടോ, വെജിറ്റബിൾ ഓയിൽ, അതൊഴിച്ചിട്ട് ഒരു 3 മുട്ട ഒന്ന് ചിക്കി വറുത്തിട്ട് എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇത്തിരി വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം ഇട്ട് അതൊന്ന് വഴറ്റി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞ് വെച്ചത് ഇടണം. അപ്പോൾ ബീൻസും ക്യാരറ്റും മാത്രമാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തേക്കണത്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചേർക്കാം, ക്യാബേജൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിലും ഞാൻ ചേർത്തില്ല കേട്ടോ, അതും ചേർക്കാം. അപ്പം അങ്ങനെ നമ്മളതൊന്ന് ഇത്തിരി കൂടിയ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് പതി ഒന്നായാൽ മതി, കൂടുതൽ വെന്തൊന്നും പോകരുത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് സോസുകളാണ് ചേർക്കുന്നത്. നമ്മളിതിനകത്ത് ഗരം മസാല ചേർക്കണമല്ല, നമ്മളുടെ പുലാവിന് നമ്മൾ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഇതിനകത്ത് ഗരം മസാലയ്ക്ക് പകരം നമ്മൾ സോസുകളാണ് ചേർക്കുന്നത്. അപ്പോൾ റിച്ചാർഡ് എപ്പോഴും ഇത് ഇങ്ങനെ വറുത്ത് ഫ്രൈ ചെയ്തിട്ടുള്ള അരിയാണ് അവനിഷ്ടം. ശരിക്കും നന്നായിട്ട് മൊരിഞ്ഞിരിക്കണ അരി, അതാണ് ഫ്രൈഡ് റൈസിൻ്റെ പെർഫെക്റ്റ് രൂപം എന്നാണ് അവൻ പറയണത്. പക്ഷെ അത്രയും നേരിട്ട് മറിക്കാനുള്ള നേരമൊന്നും നമുക്കില്ല. വേർത്ത് കുളിച്ച് നമ്മൾ നാശവും കിച്ചന്. ഞാൻ വിചാരിച്ച അത്രക്കൊന്നും കിടന്ന് മറിച്ച് തിരിക്കണ്ട, അത്യാവശ്യം ഒന്ന് ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്തിരി സിറാജ സോസ് ഒഴിച്ച്, എൻ്റെ കയ്യിലുള്ള സോസുകളൊക്കെ ഞാൻ ഒഴിക്കോട്ടെ. പിന്നെ സ്റ്റിർ ഫ്രൈ സോസ് അത് കുറച്ച് ഒഴിച്ച്, പിന്നെ സോയാ സോസും ചില്ലി സോസും. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസും റെഡ് ചില്ലി സോസും ഉണ്ട്, എങ്കിലും ഞാനത് ഗ്രീൻ ചില്ലി സോസ് പൊട്ടിക്കഴിഞ്ഞതുകൊണ്ട് റെഡ് ചില്ലി സോസ് പൊട്ടിച്ച് വെച്ചത് കൊണ്ടും അതെടുത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടാം നമ്മളുടെ ഇഷ്ടത്തിന്. എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് സോയാ സോസ് എന്തായാലും ഒഴിക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെന്ത് വെച്ചേക്കണ റൈസ്. അപ്പം ഞാൻ ഈ റൈസ് അങ്ങോട്ട് വേവിച്ചിട്ട് അതിൻ്റെ ചൂടൊന്നും അറിയിട്ടില്ല കേട്ടോ. എപ്പോഴും റൈസ് കുറച്ച് നേരത്തെ വേവിച്ച് ചൂടാറിയ റൈസ് വേണം ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഏതായാലും ചൂടുള്ള റൈസ് തന്നെയാണ് ഇട്ടിട്ട് ഇളക്കണത് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരുപാട് നേരം ഒന്നും ഇട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാനൊന്നും പോണില്ല, ചുമ്മാ ഒന്ന് ഇളക്കി ഈ റൈസിനെല്ലാം ആ സോസ് പിടിച്ച് ഒരേ കളറിലൊന്ന് വന്നു കഴിഞ്ഞാൽ ഇത് നിർത്താമെന്ന് വിചാരിച്ച്. ഏറ്റവും അവസാനം നമുക്ക് ഇത്തിരി കുരുമുളക് പൊടിയും പിന്നെ ഇത് സ്പ്രിംഗ് ഒണിയൻ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിപ്പോൾ സെല്ലറിയുടെ തണ്ട് അവിടെ പിടിച്ച് നിൽക്കണോണ്ട് 2 സെല്ലറിയുടെ തണ്ട് കൂടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് അങ്ങനെ എടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ മുട്ട വറുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഏതായാലും റിച്ചാന് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് പുലാവ് തന്നെയാണ് എന്നാണ് അവൻ പറഞ്ഞത്, പക്ഷേ ഇത് ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ടേസ്റ്റിലുള്ള ഒരു പുലാവ് എന്ന് തന്നെ പറയാം. കാരണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടില്ല. ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ റൈസ് വേവിച്ച് കുറേ അധികം വെച്ചിട്ടുണ്ടാവും, പിന്നെ ഇതിനകത്തുള്ള പച്ചക്കറികളെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടാവും. അതെല്ലാം കൂടി കുറച്ചങ്ങാട് എടുത്തിട്ടാണ് അവർ വോക്ക് പാനിലിട്ടിട്ട് അങ്ങനെ മറിച്ച് തീയൊക്കെ ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ആളിച്ച് കത്തിച്ചൊക്കെയാണ് അവർ ചെയ്യണത്. അങ്ങനെയൊക്കെയാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ ഈ സംഭവം കിട്ടണത്. നമ്മൾക്ക് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ തല്ലേ, അത് വെറുതെ ഇങ്ങനെ ഇപ്പം ഞാൻ ചെയ്തില്ലേ അതുപോലെയാണ് അവർ ചെയ്യണത്. അല്ലാതെ ഇത്രയും ആളുകൾക്ക് ഇങ്ങനെ മറിച്ചെടുക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതാ അവരങ്ങനെ ചെയ്യണത്. പിന്നെ മെയിനായിട്ട് അതിനകത്ത് ഭൂരിഭാഗം ആളുകളും അജിനോമോട്ടോ ചേർക്കും. അജിനോമോട്ടോ ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക രുചി ഈ ഫ്രൈഡ് റൈസിന് കിട്ടണത്. പിന്നെ ചിക്കൻ ക്യൂബ് നമുക്ക് ഇടാം കേട്ടോ. ചിക്കൻ ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, എൻ്റെ കയ്യിൽ അങ്ങനെ ചിക്കൻ ക്യൂബ് ഉണ്ടാവില്ല മിക്കവാറും. അപ്പോൾ ചിക്കൻ ക്യൂബ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഇടുക. അജിനോമോട്ടോ നമ്മൾ കടകളിൽ അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ ഇടണം, ചില കടകളിൽ ഇടില്ലെന്ന് പറയണം, നമുക്കറിയില്ല. അപ്പോൾ ഏതായാലും അജിനോമോട്ടോയൊക്കെയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് ഏതായാലും. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണമെന്താണെന്നറിയാമോ, നമ്മളുടെ പുതിയ സ്റ്റീമറിൽ മോമോസ് ഉണ്ടാക്കുന്നത്. മോമോസിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ബാറ്റർ ഒന്ന് ആക്കിയിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ആദ്യം നമ്മൾ മൈദ, ഇത്തിരി സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിലും ഒരു തരി ഉപ്പും, അത് അധികം ഉപ്പിടണ്ട, വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം അധികം അങ്ങോട്ട് ആകാതെ ചപ്പാത്തി ഇത്തിരി പരത്തുമ്പോൾ ഇങ്ങനെ ഒരുപാട് നൈസ് ഇങ്ങനെ വെള്ളം പോലെ വരരുത്, അല്ലാതെ തന്നെ ഇത്തിരി കട്ടിയുള്ള രീതിക്ക് കുഴച്ച് വെക്കാം കേട്ടോ. അപ്പം അതങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രസ്റ്റ് പീസ് ചെറിയ പീസസായിട്ട് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ഒരു വെളുത്തുള്ളി, ഇഞ്ചി, ഇത്തിരി സവാള കൂടിയിട്ട് ഒന്ന് ചതച്ചിങ്ങനെ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഈ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് പീസ് ഇട്ടിട്ട് അത് എല്ലാം കൂടി മിക്സ് ചെയ്ത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കതിനകത്തേക്ക് പൊടികൾ സോസൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട്
ഒരുപാട് അങ്ങോട്ട് അരച്ച് കളയണം ചെറിയ ചെറിയ തരികൾ പോലത്തെ പീസസ് ആയിട്ട് തന്നെ കിടന്നോട്ടെ. ഒരുപാട് അങ്ങോട്ട് വെണ്ണ പോലെ അരച്ചെടുക്കേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ തരികൾ അങ്ങനെ കിടക്കുന്നത് തന്നെയാണ് നല്ലത്. ചിക്കൻ്റെ പീസസ് ആയിട്ട് ഇതുപോലെ. എന്നിട്ട് ഇതിനകത്തേക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ്. പിന്നെ ഇതിനകത്ത് നല്ല ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഈ ചേർക്കണത്. പിന്നെ നമ്മൾ ചേർക്കണത് 1 ടീസ്പൂണിൽ കൂടുതൽ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് സെലറി അല്ലെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തണ്ടരിഞ്ഞത്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ സെലറി ഉള്ളതുകൊണ്ട് സെലറി ഞാനിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് ആയിക്കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ മാവ് പരത്തിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ സംഭവം കൂടെ ആക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ പാത്രത്തിൽ വെള്ളം എടുക്കുന്നുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഈ അതായത് നമ്മുടെ സ്റ്റീമറിനും ഇതിൻ്റെ അടിയിലെ പാത്രത്തിന് ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെക്കാം. ഞാൻ പറഞ്ഞില്ല, കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അത്രയും നല്ല വലിയ പാത്രമാണ്. പിന്നെ ഈ സ്റ്റീമറിനാണെന്നെങ്കിലും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ പുട്ട് അങ്ങനെയൊക്കെ കുറേയൊക്കെ ഒന്നിച്ച് ഇപ്പോൾ വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അത് ആ പാത്രം തന്നെ പൊക്കിക്കണമെന്ന് വെച്ചിട്ട് അതിനകത്ത് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ഈ മൈദയുടെ മാവ് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നമ്മുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ നമുക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ഫില്ലിങ്ങൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്റ്റീമർ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചേ 2 സെറ്റായിട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് മീതെ വെച്ചാലും ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഏതായാലും പിള്ളേർ കഴിക്കാനായിട്ട് അവിടെ ഇരിക്കണോണ്ട് ആദ്യത്തെ ഒരു സെറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് കൊടുക്കാമല്ല. ഇതെല്ലാം മൊത്തത്തിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ ഇത്തിരി നേരം പോകും. പക്ഷേ ഇതിൽ നേരം പോയാലും ഇത് ഒന്നിച്ച് ഈ സ്റ്റീമറിൻ്റെ അകത്തോട്ട് വെക്കാം. കാരണം ഈ സ്റ്റീമറിലോട്ട് ഇത് വെച്ചിട്ട് കാണാൻ പോലും ഇല്ല, അത്രയും താഴെ കിടന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഈ സ്റ്റീമറിൽ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസാ എന്ത് വേണമെന്നുണ്ടെങ്കിലും കുറച്ചധികം തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇതൊരു പാത്രം കണക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ അപ്പച്ചെമ്പിൻ്റെ അകത്ത്, ഇഡ്ലിച്ചെമ്പിൻ്റെ അകത്തുള്ള സ്റ്റീമറിൻ്റെ ആ തട്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു തട്ടല്ലേ, നമ്മൾ ഊണ് കഴിക്കുന്ന പ്ലേറ്റിൻ്റെ ഒരു ഹൈറ്റുള്ള ഒരു തട്ടാണ്. പക്ഷേ ഇതാകുമ്പോൾ നമുക്കൊരു പാത്രം പോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കിടക്കണേണ് പറഞ്ഞില്ലേ, അത് മൊത്തത്തിൽ ഫില്ല് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അത് തുറന്ന് ഞാൻ കാണിച്ചാണ്. അതൊന്നുകൂടി വേകാനുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അടുത്ത സെറ്റ് അവിടെ ഞാൻ അടയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഒരു വുഡൻ ഫോർക്ക് കിട്ടിയതുകൊണ്ട് അത് വെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടി കേട്ടോ. നമ്മൾ സ്റ്റീലിൻ്റെ ഫോർക്ക് വെച്ച് ചെയ്യുന്നതിനും അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ നമ്മളുടെ എല്ലാവരുടെയും തന്നെ മനസ്സിൽ ആരോടെങ്കിലുമൊക്കെ ഇത്തിരി പക, വിദ്വേഷം ഒക്കെ ഉണ്ടാകും അല്ലേ. മനുഷ്യർക്ക് അത് ഉണ്ടാകും, അതിലൊരു സംശയം വേണ്ട. എനിക്കങ്ങനെ ഇല്ലെന്ന് പറയുന്നത് നുണയായിപ്പോൾ. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ നമ്മളത് പ്രതികാരം ചെയ്യുക അതൊക്കെ നല്ല കാര്യമല്ല. ഇഷ്ടക്കുറവൊക്കെ ഉണ്ടാകും പലരോടും. പക്ഷേ ആ പ്രതികാരങ്ങൾക്ക് പോയി കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം നമ്മളുടെ ചിന്തയിൽ അവരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് എവിടെ വെച്ചാണ് പണി കൊടുക്കേണ്ടത് എന്നുള്ളത്. അതായത് നമ്മൾ അവരുടെ പിന്നാലെയാണ് പോകുന്നത്. അവർ പോകുന്ന വഴിയിലൂടെ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ മനസ്സിൽ ഇവർക്ക് പണി കൊടുക്കണമെന്നുള്ള ഒരു ചിന്തയിലല്ലേ. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല. അത് നമ്മൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുമില്ല. അപ്പോൾ ഈ പ്രതികാരമുള്ള ആളുകൾ അതിൻ്റെ പിറകെ പോകും, അല്ലാതെ സ്വന്തമായിട്ട് അവർക്കൊരു വഴി പിന്നെ ഇല്ലെന്നുള്ളതാണ് സത്യം. ഗുരു ശിഷ്യൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, എങ്ങനെയാണ് ഗുരുവേ നമ്മളോട് മോശമായി പെരുമാറിയ ആളുകളോട് ക്ഷമിക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഗുരു പറയുന്നത് ഒരു കല്ലെടുത്തിട്ട് നിറയെ മാങ്ങയുള്ള മാവയിലേക്ക് എറിയാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശിഷ്യനത് ചെയ്ത് മാവിലേക്ക് എറിഞ്ഞപ്പോൾ നല്ല പഴുത്ത മാങ്ങകളൊക്കെ താഴെ വീണു കേട്ടോ. അപ്പോൾ ഗുരു പറഞ്ഞ് ഇത്രമാത്രം, നമ്മളോട് അങ്ങനെ പെരുമാറുമ്പോൾ നമുക്ക് നേരെ കല്ലെറിയുമ്പോൾ ഇതുപോലെ മധുരമുള്ള
ഫ്രൂട്ട്സ് പോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അതാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത് അതാണെന്നാണ് പറഞ്ഞത്. അത് ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ അല്ലേ, നമുക്ക് അങ്ങനെയൊന്നും ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല. ചില ആളുകൾ പറയും ഞാൻ അവനെ പേടിച്ചിട്ടല്ല ക്ഷമിച്ചത്, വിട്ട് കളഞ്ഞതാണ് എന്ന്. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വിടുന്നില്ല, പറയൽ മാത്രമാണ്. എവിടെയെങ്കിലും ഒരു സാഹചര്യം കിട്ടിയാൽ അവരവിടെ കൊത്തും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാലും ഈ പറഞ്ഞതുപോലെ ഈ മാമ്പഴം കൊടുക്കുന്ന പോലത്തെ ഒരു സംഭവമില്ല. ഈ മാമ്പഴം കൊടുക്കുന്ന പോലെ ഓരോ തവണ കല്ലെറിയുമ്പോഴും നമ്മൾ സ്വീറ്റായിട്ട് ഇങ്ങനെ അവരുടെ അടുത്ത് പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ കൊണ്ട് നടക്കാത്ത കാര്യമാണ്. എങ്കിലും അങ്ങനെ ആവണമെന്ന് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾക്ക് പറ്റും എങ്കിൽ നമ്മളങ്ങനെ ആകാൻ ശ്രമിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ മോമോസ് റെഡിയായി. മോമോസിൻ്റെ ചട്നിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏതായാലും മോമോസ് ഞങ്ങൾ കഴിക്കുമ്പോൾ പപ്പ വെറുതെ ഇരിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി മുട്ട ഏത്തപ്പോഴൊക്കെ ആ സ്റ്റീമർ ഏതായാലും ചൂടായി കിടക്കണമല്ലേ അതും കൂടി ഒന്ന് പുഴുങ്ങിയെടുത്ത് അങ്ങനെ ചായയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. പിന്നെ എനിക്കൊരു പണി കൂടി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ചിക്കൻ അവിടെ നമ്മൾ ഈ ബ്രസ്റ്റ് പീസ് കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുണ്ടല്ലോ, ഇത്തിരി പീസസ് ഞാൻ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ അതേ മുട്ട പുഴുങ്ങിയത്, അപ്പോൾ 2 നമ്മുടെ റൂബിക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 4 പുഴുങ്ങിയത്, 2 പപ്പക്കും പിന്നെ ഒരു ഏത്തപ്പഴം ഞാനും കഴിച്ചിട്ട്. എനിക്ക് മോമോസൊന്നും അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ കുട്ടികൾ 3 മോമോസ് കഴിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ പഴമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. അതുപോലെ തന്നെ മുട്ട നന്നായിട്ട് തന്നെ ബോയിലായി കിട്ടും. വെള്ളത്തിലിട്ട് മുട്ട വേവിക്കണമെന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ അതിൻ്റെ തൊണ്ടെല്ലാം ഇങ്ങനെ വിട്ടിരിക്കണ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കില്ലേ ഈ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഈ കട്ടിയുള്ള പാത്രങ്ങളായതുകൊണ്ടേ ഇതൊക്കെ കഴുകാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ എടുക്കുമ്പോൾ അത് കുക്കറായാലും ഇപ്പോൾ ഈ സ്റ്റീമറായാലും പെട്ടെന്ന് തന്നെ കഴുകി എടുക്കാം കേട്ടോ. അല്ലാതെ നമുക്ക് ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. നമുക്ക് വേറെയുള്ള സ്റ്റീൽ പാത്രങ്ങൾ കഴുകുമ്പോഴും അതുപോലെ അലുമിനിയം പാത്രങ്ങൾ കഴുകുമ്പോഴും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല. ഇത് അപ്പച്ചട്ടിയാണ് കേട്ടോ. ഇതിൽ അപ്പം ഉണ്ടാക്കൽ വളരെ കുറവാണ്. ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് എനിക്കിത് ചുറ്റിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇതിനകത്ത് അപ്പം ഉണ്ടാക്കാറില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ഇതൊന്ന് ഉപയോഗിക്കുക. കാരണം പണ്ട് ഞാനില്ലേ നമ്മളുടെ അപ്പച്ചട്ടി പഴകിയ അപ്പച്ചട്ടിയിലൊക്കെ ഞാൻ മീൻ വറുക്കുമായിരുന്നു. എനിക്കധികം പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ പഴയ അപ്പച്ചട്ടിയിലൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ കേട്ടോ അപ്പച്ചട്ടിയിൽ ഞാൻ മീൻ വറുക്കുമായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേറെ കുറേ പാത്രങ്ങളൊക്കെ ഇപ്പം ഉള്ളത് കൊണ്ട് തന്നെയും ഇത് എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ. കാരണം മറിച്ചൊക്കെ ഇടുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ ചാടി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കുഴിവുള്ള പാത്രത്തിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. നമ്മുടെ കുഴിയുള്ള കടായികളില്ലേ, ആ കടായിയൊക്കെയാണ് നല്ലത്. കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞു കടായും കുറച്ച് അധികം വറുക്കാനുണ്ടെങ്കിൽ ആ വലിയ കടായിയൊക്കെ എടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഏതായാലും അത് വെറുതെ ഇരിക്കണല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനകത്തൊന്ന് ചെയ്ത് നോക്കി. അത്ര മീൻ വറുക്കാൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ കട്ടിയുള്ള പീസസ് ഇങ്ങനെ കനമുള്ള പീസസ് ആണെന്നുണ്ടെങ്കിൽ എണ്ണയിൽ മുങ്ങിക്കിടന്ന് അങ്ങനെ കുഴിവിൽ കിടന്നിട്ട് അത് ഫ്രൈ ചെയ്ത് എടുത്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി മീൻ വറുക്കാനായിട്ട്. അപ്പോൾ റിച്ചാർഡ് വൈകുന്നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. വന്ന് അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റൊക്കെ പകൽ സമയത്ത് ഞങ്ങൾ വീട്ടിലുള്ളവർ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എനിക്ക് മൊത്തം വേണമെന്ന് പറഞ്ഞിട്ട് ആളിരുന്ന് കഴിക്കണേണ്. അപ്പോൾ റൂബി ആണെങ്കിൽ കൊതിയോടുകൂടി നോക്കിയിരിക്കുന്നുണ്ട്. റൂബിക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ പാടില്ല. എങ്കിലും ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടാ, കുഞ്ഞിനെ വിഷമിപ്പിക്കില്ലേ എന്ന് പറഞ്ഞെങ്കിൽ അവൻ മനഃപൂർവ്വം ആ റൂബിയുടെ മുന്നിൽ തന്നെ ആ ചോക്ലേറ്റ് പിടിച്ചുകൊണ്ടിരിക്കണേണ് കേട്ടോ. ഇപ്പോൾ റൂബിക്ക് കൊടുത്താൽ പോലും അവളൊന്ന് നക്കിയിട്ട് പോകട്ടെ, അവൾക്ക് അങ്ങനെ കഴിക്കാനൊന്നും അറിയാനും കൂടി പാടില്ല. പിന്നെ ഇനി നമ്മളുടെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളിലേക്ക് ഞാൻ ഇനി കടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ രൂപക്കൂടി മേടിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് വേറെ 2-3 സാധനങ്ങളും കൂടിയിട്ട് മേടിക്കാൻ ഉണ്ടായിരുന്നു, വേറെ ഷോപ്പിൽ നിന്ന് കേട്ടോ, രൂപക്കൂടിൻ്റെ കടയൊന്നുമല്ല. പക്ഷേ ഞങ്ങൾ ആകെ ടയേർഡായിപ്പോയി. കാരണം നമ്മൾ നടന്നൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാകുമല്ലോ, പ്രത്യേകിച്ച് ഞാനുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ സ്ഥലത്തേക്കൊന്നും നമ്മൾ പോയില്ല, രൂപക്കൂടി മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ഇനി വേണ്ട സാധനങ്ങൾ കൂടി മേടിച്ചൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാലേ നമുക്ക് ആ കർട്ടനൊക്കെ എടുത്തിട്ട് ഇടാൻ പറ്റുള്ളൂ. ക്രിസ്മസ് കർട്ടനൊക്കെ ഇടണ്ടേ. അപ്പം നമ്മളുടെ ക്രിസ്മസ് കർട്ടൻ ഇട്ട് ക്രിസ്മസ് കാലമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ കർട്ടനൊക്കെ മാറ്റി സാവധാനം പുതിയതൊക്കെ സെറ്റ് ചെയ്യാമല്ലോ. അതിന് പൈസ തന്നെ വേണമല്ലോ, നമുക്ക് ഒരുപാട് പൈസ ചിലവായി കഴിഞ്ഞ്. പിന്നെ ഈ വണ്ടിയുടെ കാര്യങ്ങൾ ചിലവരിങ്ങനെ പുതിയ വണ്ടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. പുതിയ വണ്ടി എടുക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. കാരണം ആ വണ്ടിക്ക് അത്ര വലിയ കേടുകളല്ല, ചെറിയൊരു ശബ്ദം വന്നു വണ്ടിയുടെ. അപ്പോൾ പുള്ളി റിച്ചാർഡൊന്ന് ചെന്ന് കാണിച്ചതാണ്. അപ്പോൾ അയാൾക്ക് പണി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു പണി തന്നതാണ് അയാൾ. ശരിക്കും
എൻജിൻ പണിയാണെന്ന് പറഞ്ഞിട്ട് എൻജിൻ പണിയുടെ ആവശ്യമേ ഇല്ല. അങ്ങനെ വേറെ സ്ഥലത്ത് കൊണ്ട് നോക്കിയപ്പോഴത്തേക്കും എൻജിൻ്റെ ഒരു പ്രശ്നവും ഇല്ല, എൻജിൻ പണിയൊന്നും അതിൽ ചെയ്തിട്ടുമില്ല എന്ന് അവർ പറഞ്ഞു. വേറെ സ്ഥലത്ത് നമ്മൾ നോക്കിച്ചായിരുന്നു. ഇതിന് പ്രത്യേകിച്ചൊരു പണിയുടെ ആവശ്യമില്ല, ചെറിയൊരു പണിക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ എൻജിൻ പണി എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയൊക്കെ പപ്പയുടെ വണ്ടികളാണ്. പപ്പ ഈ വണ്ടിയെ ഇനി ഓടിക്കുകയും ചെയ്യുള്ളൂ. നമ്മൾ പുതിയ വണ്ടിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കൊടുത്തിട്ട് മേടിക്കാനേ പപ്പ പറയുള്ളൂ. എല്ലാ വണ്ടിയും കൂടി മുറ്റത്ത് ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുകാനും നോക്കാനൊന്നും ആരുമില്ല, അത് പപ്പ തന്നെ ചെയ്യണം. അത് മാത്രമല്ല അതിൻ്റെ ഇൻഷുറൻസ്, എല്ലാ വണ്ടിയുടെ ഇൻഷുറൻസ് അടക്കുമ്പോൾ തന്നെ ഒരു വലിയ എമൗണ്ട് ഒരു വർഷം പോയിരിക്കും. പിന്നെ ഈ വണ്ടികൾ മേടിച്ച് വെച്ചിട്ട് പിന്നെയും അത് പപ്പ തന്നെ എല്ലാം എടുത്ത് ഇടയ്ക്ക് ഓടിക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. പപ്പക്കാണെന്നുണ്ടെങ്കിൽ വേറൊരു വണ്ടി ഇനി പപ്പ ഓടിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഇതൊക്കെ പണ്ടേ പപ്പ ഓടിച്ചു നടക്കണോണ്ട് പപ്പ ഓടിക്കുന്നു. പുതിയ വണ്ടികൾ ഇപ്പോൾ കാറായാലും ബൈക്കായാലും എടുത്തു കഴിഞ്ഞാലൊന്നും പപ്പ ഓടിക്കാൻ പോണില്ല. അപ്പോൾ പിന്നെ അതവിടെ കുട്ടികൾ വരാൻ വേണ്ടി കാത്തു വെച്ചേക്കണം, അത് അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കേടായി പോവുകയും ചെയ്യില്ലേ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് നമ്മളിങ്ങനെ വണ്ടികൾ മീതെ മേടിച്ച് കൂട്ടാത്തത് കേട്ടോ. കാരണം അതൊക്കെ വൻ ചിലവുകളാണ്. ഇവരെല്ലാവരും നാട്ടിൽ തന്നെ ജോലിയുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ 2-3 മാസത്തേക്കുള്ള ഒരു ആവശ്യത്തിന് പെട്ടെന്നൊരു വണ്ടി മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ പൈസ ഭയങ്കര പൈസയാണ്. മേടിക്കണമെങ്കിൽ പുതിയ വണ്ടിയെ മേടിക്കുള്ളൂ, പഴയ വണ്ടി എന്തായാലും നമുക്ക് പറ്റൂല. ഇപ്പോൾ സാധാരണ ഒരു 100cc ബൈക്ക് എടുക്കണമെങ്കിലും 1.5 ലക്ഷത്തിന് മുകളിൽ പൈസ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്